എൻ.എം. വിജയന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ ഡിവൈഎഫ്ഐ പ്രക്ഷോഭം തുടരുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. ഐ.സി. ബാലകൃഷ്ണൻ വയനാട് കയ്യും വീശി നടക്കാമെന്ന് കരുതണ്ട. കൊലയാളി ഐ.സി. ബാലകൃഷ്ണൻ എവിടെയെന്ന് ചോദിച്ച് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ലെന്നും വി.കെ. സനോജ് പറഞ്ഞു. ഐ.സി. ബാലകൃഷ്ണൻ രാജിവെക്കുക, പ്രതിപട്ടികയിലുള്ള കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ രാപ്പകൽ സമരം സുൽത്താൻ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.കെ. സനോജ്. ജനങ്ങളുടെ കോടതിയിൽ ഐ.സി. ബാലകൃഷ്ണൻ കൊലയാളിയാണ്. ജനങ്ങളുടെ കോടതിയിൽ ഈ അപ്പച്ചൻ കൊലയാളിയാണ്. ജനങ്ങളുടെ കോടതിയിൽ ഈ കൊലക്ക് കൂട്ടുനിന്നവരാണ് വി.ഡി. സതീശനും കെ. സുധാകരനും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതൊരു മരണത്തിന്റെ കാര്യം മാത്രമല്ല. സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നത്? തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി, തങ്ങൾക്ക് കാശ് സമ്പാദിക്കാൻ വേണ്ടി സഹകരണ സ്ഥാപനങ്ങളെ ഇവർ അഴിമതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. ആർക്കാ ഇവിടെ ഞെട്ടലുണ്ടായത്? മാധ്യമ തമ്പുരാക്കന്മാർ ഞെട്ടിയോ? വളരെ അപൂർവം ചാനലുകളിൽ മാത്രമാണ് അതൊരു ബ്രേക്കിംഗ് ന്യൂസായി വന്നത്. ചില ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന വാർത്ത മാത്രമായി അത് അവസാനിപ്പിച്ചു.